നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തു പറ്റി മോളെ? നമ്മുടെ മുറിയില് അലമാര വെച്ചിരുന്ന വസ്തുവിന്റെ പ്രമാണം ആരോ തട്ടിയെടുത്തു. മിസ്റ്റർ മാധവൻ നായർ, എന്നെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മക്കളിലാരോ നിങ്ങളുടെ ആധാരം പണയപ്പെടുത്തിയിരിക്കുകയാണ്. മാഡം 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 എന്തായി പറയുന്നേ? മാഡം ഇതൊന്നും വിശ്വസിക്കരുത്. ജഗൻ, ഒന്ന് വേഗം പോ. അച്ഛൻ ബാങ്കിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ എത്തണം. തീർച്ചയായിട്ടും നമുക്ക് എത്താം. വന്ദന നന്നായിട്ട് പിടിച്ചിരിക്കും. വിശ്വാസയോഗ്യനായ ഒരാളിൽ നിന്നും തെളിവ് സഹിതം എനിക്ക് കിട്ടിയ അറിവായത്. വസ്തുവിന്റെ ഒറിജിനൽ പ്രമാണം ഹാജരാക്കിയാൽ മാത്രമേ ബാക്കി ലോൺ അനുവദിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ അനുവദിച്ച് കൈപ്പറ്റി കഴിഞ്ഞ പണം ഉടൻ തിരിച്ചടക്കേണ്ടി വരും. അതുണ്ടായില്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും. കാര്യങ്ങൾ അച്ഛനറിഞ്ഞ പിന്നെ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. ടെൻഷൻ അടിക്കാതെ. ബാങ്കിൽ പോകുന്നതിന് മുമ്പേ അച്ഛനെ തടയാതിരുന്നതാ നമുക്ക് പറ്റിയ അബദ്ധം. മാഡം, ഞാൻ പറയുന്നത്... ഞാനിപ്പോ നല്ല തിരക്കില. മാധവനാര് പൊക്കോളൂ. പോയി ആധാരമായിട്ട് വാ, നമുക്ക് പിന്നെ സംസാരിക്കാം. ബാങ്ക് മാനേജറെ ആണെങ്കിൽ പലവട്ടം വിളിച്ചു. അവര് ഫോൺ എടുക്കുന്നില്ല. എടുക്കില്ല. അവർക്ക് പ്രമാണം കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരോ അവരുടെ മേൽ പിടിമുറുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ജഗ, നമ്മൾ എന്ത് ചെയ്യും? അച്ഛനെ കാണുക, അത് തന്നെ. നോക്കാം. മാധവ, മാധവ, എന്താ പറ്റി? മാധവ, ഇങ്ങോട്ടിരിക്കാം. അച്ഛ, എന്ത് പറ്റി അച്ഛ? എന്ത് പറ്റി അച്ഛ? എന്ത് പറ്റി അച്ഛാ? മാധവ, എന്ത് പറ്റി മാധവ? വെള്ളം വേണോ? വന്ദന, നമുക്ക് ആദ്യം അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം, എന്നിട്ട് വീട്ടിലേക്ക് പോവാം. അടുത്ത ഹോസ്പിറ്റൽ എവിടെയാ? ഇവിടെ അപ്പുറത്തൊരു മിഷൻ ഹോസ്പിറ്റൽ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. ജഗ, ഒരു ഓട്ടോ പിടിച്ചോണ്ട് വാ. അച്ഛ, അച്ഛ, എന്തു പറ്റി? മാധവ, അച്ഛ, എന്തു പറ്റി അച്ഛ? ഒന്നുമില്ല.
എണീക്കച്ച എണീക്കച്ച. വാ, അച്ഛാ. അച്ഛാ, മെല്ലെ കയറ്. കയറി മോളെ. വന്ദന കയറ്. വന്ദനെ, ഞാൻ പുറകിൽ ബൈക്കിൽ വരാം. ആശുപത്രിയിലേക്ക് പോയിക്കും. ഞാൻ പുറകെ എത്തിക്കോളാം. ആ. അച്ഛ ആ, അച്ഛാ. മെല്ലെ. പതിയെ കരച്ച് ഇവിടെ ഇരുന്നോ. അച്ഛ ഇങ്ങോട്ട് ഇവിടെ ഇരിക്കച്ച. എന്തു പറ്റി മോളെ? നമ്മുടെ മുറിയില് അലമാര വെച്ചിരുന്ന വസ്തുവിന്റെ പ്രമാണം ആരോ തട്ടിയെടുത്തു. തട്ടിയെടുത്തോ? ആ, അത് ആരോ മോഷ്ടിച്ചതാ. ഈ വീട്ടിലുള്ള ആരോ എന്നെ ചതിച്ചു. ഈ വീട്ടിൽ ആരാ ചന്ദ്രു എന്നെ ചതിക്കുന്നത്? മാധവൻ അപകടകരമായ ഒരു അവസ്ഥയിൽ റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ വന്നത്. പരിസരബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് റോഡിൽ കുഴഞ്ഞു വീണു. ട്രാഫിക് ബ്ലോക്കായി ആകെ ബഹളമായി. ഞാനും സോമനങ്ങളും കൂടെ ഒരു വിധത്തിൽ അച്ഛനെ രക്ഷപ്പെടുത്തിയത്. എന്റെ മോനെ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? പ്രമാണം തട്ടിയെടുത്തോ? ആരോ നിന്നെ ചതിച്ചെന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.